ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തേത് ഭൂരിയാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭൂരിയും ഉരുളക്കിഴങ്ങ് കറിയും. എന്നാൽ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. 2 ആഴ്ച കൂടുമ്പോൾ അഴക്കെയാണ് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഭൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, രാവിലത്തെ ചോറും കറിയൊക്കെ ആക്കി. അതിന് ശേഷം മോനെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാൻ പോയി കേട്ടോ. ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നപ്പോഴുണ്ടല്ലോ കല്യാണി വന്നങ്ങ് ദേഹത്ത് തട്ടി. ഞാൻ പേടിച്ചു പോയി കേട്ടോ. അവൾ സാധാരണ നേരത്തെയാണ് പോകുന്നത്, പക്ഷേ ഇന്ന് അവൾ എണീക്കാൻ താമസിച്ചെന്ന് പറഞ്ഞ് മോൻ്റെ കൂടെ ബസ്സിൽ തന്നെയാണ് പോയത്. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞിട്ട് വന്നപ്പോൾ മീൻ വന്നു കേട്ടോ. കണവയാണേ കിട്ടിയത്. കണവ അങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തു. കണവ തീരെ ചെറുതായിരുന്നേ, അതുകൊണ്ട് കട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഉള്ളി ഉണ്ടല്ലോ, അതായത് ഇതിനകത്തിട്ട് 2-3 അടി അടിച്ചപ്പോഴത്തേക്കും ഉള്ളി ചെറുതായിട്ടങ്ങ് വന്നു. അതിനുശേഷം ഉണ്ടല്ലോ ഞാൻ പോയി ചെയ്ത് കാന്താരിയും കറിവേപ്പിലയൊക്കെ പിച്ചേ. ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നിൽക്കാൻ കൂടി നല്ല വെയിലാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നിൽക്കാൻ വയ്യാത്ത വെയിലേ. അതുകൊണ്ടുണ്ടല്ലോ ഇതെല്ലാം പറിച്ചെടുത്തുകൊണ്ട് വേഗം വീട്ടിലോട്ട് കയറി. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർത്തങ്ങ് നല്ല രീതിക്ക് അങ്ങ് വഴട്ടി. ചിലപ്പോഴൊക്കെ ഞാനുണ്ടല്ലോ ഈ കണവ കുക്കറിലിട്ട് 2-3 വിസിൽ അടുപ്പിക്കാറുണ്ട്. അതും എളുപ്പം തന്നെയാണ്. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് ഇന്ന് ഇങ്ങനെ തന്നെ വയ്ക്കാനാണ് എനിക്കിഷ്ടം തോന്നിയത്. ചെറിയ കണവയായതുകൊണ്ട് ചിലപ്പം വേഗം വേവുമെന്ന് കരുതിയാണേ ഞാൻ ഇങ്ങനെ ചെയ്തത്. കട്ട് ചെയ്യാൻ നേരത്തുണ്ടല്ലോ എൻ്റെ ഊപ്പാടെടുത്തു. കാര്യം അത്രയ്ക്ക് പാട് കിട്ടും. ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് ഇച്ചിരി വലുതായിട്ട് തോന്നുമെങ്കിലും ചെറുവിരലിൻ്റെ അത്ര കൂടി ഇല്ല കേട്ടോ കണവ. പക്ഷെ മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. എൻ്റെ മൂത്ത മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ കണവ, കൊഞ്ച്, ഞണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്ത മീനുകളൊന്നും അധികം കഴിക്കാറില്ലെങ്കിലും ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വലിയ കണവയായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു മസാല നിറച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തേനെ. ഇത് മസാല നിറച്ച് അകത്തോട്ട് വയ്ക്കാൻ കൂടി ഇല്ലാത്തൊരു കണവയാണ് കിട്ടിയത്. എങ്കിലും ഉണ്ടല്ലോ നല്ല വൃത്തിയാവണ്ണം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രുചിയോടുകൂടി തന്നെയാണ് മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തത്. കണവയൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി കേട്ടോ. അതേ നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം കിടക്കും ഇത് വേവാനെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. എങ്കിലും ഞാൻ കുറച്ച് കൂടുതൽ തീയിൽ വെച്ചിട്ട് അത് എങ്ങനെയെങ്കിലും വേവിച്ചൊക്കെ എടുത്തു. പിന്നെ വിചാരിച്ചു അത് കുക്കറിലിട്ട് അടിച്ചാൽ മതിയെന്ന്, 2 വിസിൽ അടിക്കുമ്പോഴത്തേക്കും ആവുമല്ലോ എന്ന് കരുതി. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അധികം കുരുമുളക് ചേർത്ത് കേട്ടോ. ഈ ഞണ്ട്, കണവ, കൊഞ്ച് ഒക്കെ വയ്ക്കുമ്പോൾ ഞാൻ കുറേ കുരുമുളക് ചേർക്കും. ഇന്ന് അധികവും കുരുമുളക് തന്നെയാണേ ചേർത്തത്. ഞാനുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ട്രൈ ചെയ്യാം. ഇളയ മോൻ ഉറങ്ങുകയാണ്. അവനെ വിളിച്ചുണർത്തി അവനെ സ്കൂളിൽ വിടണം. അവന് ചോറ് കൊടുക്കാൻ നേരത്ത് ഇന്ന് ഈ കറിയും കൂടെ ഉണ്ട് കേട്ടോ, കണവക്കറി. പക്ഷേ മൂത്തവന് അതില്ലായിരുന്നു, കറി ഈ കണവ ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വാങ്ങിച്ച് കട്ട് ചെയ്തത്. അതുകൊണ്ട് മൂത്തവൻ വൈകിട്ട് വരുമ്പോഴാണ് ഈ ചോറിൻ്റെ കൂടെ ഈ കറി കൂട്ടി കൊടുക്കുന്നത്. എല്ലാ ദിവസവും കറി ഉണ്ടാക്കുമ്പോഴല്ലോ ഞാൻ ഓരോന്ന് മറക്കും. കുറച്ച് തേങ്ങാക്കൊത്തിടാൻ മറന്നുപോയി കേട്ടോ. അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് കരുതി. മക്കൾക്ക് ഭൂരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ആ മാവെടുത്ത് ചപ്പാത്തിയാണ് ആക്കിയത്. ഭൂരി എണ്ണ കൂടുതലായതുകൊണ്ട് ഞാൻ എണ്ണ അധികം കഴിക്കാറില്ലാത്തത് കൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാനിന്നൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. ഇവിടെ ഞാൻ പറയുന്നതും എൻ്റെ വീട്ടുകാർ പറയുന്നതും ഇങ്ങനെയാണ്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടണേ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ അംഗൻവാടിയിലേക്ക് വേണ്ടിയാണ്. ഇവിടെ പോഷകാഹാരത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, ഗർഭിണികൾക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. ആ ക്ലാസ്സിന് പങ്കെടുക്കുന്ന വീട്ടമ്മമാർ ആവിയിൽ പുഴുങ്ങുന്ന നല്ല രുചികരമായ ആഹാരം കൊണ്ടുവരാനാണ് പറഞ്ഞത്. അവരവർക്ക് പറ്റുന്ന തരത്തിലുള്ള ആഹാരം. എൻ്റെ മനസ്സിൽ വേഗം കടന്നു വന്നത് ഈ ഒരു ആഹാരമാണ്. ഇതാണെങ്കിലുണ്ടല്ലോ ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. അരി വെള്ളത്തിലിടാനൊക്കെ ഇച്ചിരി ലേറ്റായിപ്പോയി. എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാര്യം ഇത് ഞാൻ വിചാരിക്കുന്നത് പോലെ നേരെയാവുന്നു. പക്ഷേ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അരി കുതിർത്തതിന് ശേഷം അധികം തേങ്ങ ഇടും. തേങ്ങയും ആ തേങ്ങയുടെ തന്നെ പൊട്ടിച്ച വെള്ളവും ചേർക്കും. കരിക്കാണെങ്കിൽ അതിലേറെ നല്ലതാണ്. അങ്ങനെ ആ വെള്ളവും ചേർത്ത് കുറച്ച് ചോറും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ച് ഒരു 6 മണിക്കൂറെങ്കിലും തണുക്കാൻ വച്ചേക്കണം. അതിനകത്ത് ഒരു ഇച്ചിരി ഞാൻ ഇട്ടത് ഈസ്റ്റാണ്. സോഡാപ്പൊടി വേണമെങ്കിലും ഇടാം. സോഡാപ്പൊടിയേക്കാൾ നല്ലത് ഈസ്റ്റ് തന്നെയാണ്. പിന്നെ പഞ്ചസാരയും അധികം ചേർക്കണം, ഏലക്കയും. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. അങ്ങനെയുണ്ടല്ലോ പാത്രത്തിലെല്ലാം എടുത്തൊഴിച്ച് മുന്തിരിങ്ങയൊക്കെ ഇട്ട് നല്ല കിണ്ണത്തപ്പത്തെ നല്ല സുന്ദരിയാക്കി എടുത്തു. എന്നിട്ട് ഇഡ്ഡലി തട്ടി വെച്ചു കേട്ടോ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. എന്നിട്ട് എനിക്കൊരു സംശയം വെന്തിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഒരു പപ്പടം കുത്തി വെച്ച് ഞാൻ നോക്കി കേട്ടോ. നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്, നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുമുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് എടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. പക്ഷേ കട്ട് ചെയ്തതിന് ശേഷം കൊണ്ടുപോകാൻ തയ്യാറാക്കി വെച്ച പാത്രത്തിലാക്കിയതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്നാണ് കേട്ടോ അംഗൻവാടിയിലേക്ക് പോയത്. അങ്ങനെ ചിഞ്ചുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇതിൻ്റെ പേരും മറന്നു, ജെറി തന്നെ അവിടെ വളർത്തിയിട്ടുണ്ട്. അത് 2-3 പിച്ചി അങ്ങ് തിന്നു കേട്ടോ. വെയിലായതുകൊണ്ടാണ് ഞാൻ സ്കൂട്ടറിൽ പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ മിക്കവരും എത്തിയിട്ടുണ്ടേ. എൻ്റെ ഇളയ മോനും കുറച്ച് നാൾ ഈ അംഗൻവാടിയിൽ പഠിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ മീറ്റിംഗ് ഒക്കെ ആരംഭിച്ചു. ഡോക്ടേഴ്സാണ് ക്ലാസ് എടുത്തത്. പോഷകാഹാരം തന്നെയായിരുന്നു മെയിൻ വിഷയം.
നമ്മുടെ ശരീരത്തെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് നമ്മൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിലൂടെ തന്നെയാണ്. ധാരാളം പച്ചക്കറികളും വെള്ളവും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അധികവും പറഞ്ഞത്. ഗർഭിണികൾക്കും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളം പച്ചക്കറികൾ കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക എന്നൊക്കെ. പിന്നെ എല്ലാവരും കൊണ്ടുവന്ന ആഹാര സാധനങ്ങളും അവിടെ വെച്ച് ഒന്ന് പ്രദർശനം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതുപോലെ തന്നെയാണ് കേട്ടോ പലരും പല തരത്തിലുണ്ടാക്കിയത്. തിരളി, ഇലയപ്പം, റാഗി ന്യൂഡിൽസ്, റാഗി കൊഴുക്കട്ട, റാഗി ലഡു, ഫ്രൂട്ട് സലാഡ്, റാഗി കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിഷബാധയും ഇല്ലാത്ത നാടൻ പച്ചക്കറികളും ഉണ്ടായിരുന്നു. ഇലവർഗ്ഗങ്ങളായിട്ടുള്ള ചീര ഐറ്റംസും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ അംഗൻവാടിയിലുണ്ടല്ലോ കൂടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വെക്കുമ്പോൾ എന്നെ ടീച്ചർ വിളിക്കും, ഞാൻ പോവും കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ എല്ലാവരും ഈ കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. ഒരു ബഹളം തന്നെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് കാര്യം ഞാനും കൂടെ കയറി കേട്ടോ എടുത്ത് കൊടുക്കാനുമല്ല. എൻ്റെ കയ്യിൽ കിട്ടിയതുണ്ടല്ലോ എന്തോ പറയുന്നേ, മറ്റേ റാഗി കേക്കാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ഞാൻ കഴിക്കാൻ മറന്നുപോയി കേട്ടോ. ലാസ്റ്റ് ഒരു ഇച്ചിരിയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് നല്ല രുചിയായിരുന്നു കേട്ടോ റാഗി. ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനുണ്ടാക്കിയ കിണ്ണത്തപ്പവും കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കേട്ടോ. ഇത് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് പറയാൻ. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത് ഇവിടുത്തെ യോഗ ടീച്ചറാണ്, യോഗയ്ക്ക് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. അങ്ങനെ എല്ലാം തിന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവിടുത്തെ അംഗൻവാടിയിലെ ടീച്ചർമാരുമായിട്ട് നിന്ന് കുറച്ച് നേരം തമാശകളൊക്കെ പറഞ്ഞു. നീ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലേ, നീ എന്താ ഞങ്ങളോട് പറയാത്തതെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിലുണ്ടല്ലോ കുറച്ച് തെരളിയും തന്നു വിട്ടു മോന് കൊടുക്കാനായിട്ട്. ഇളയവൻ അവിടെ പഠിച്ചാണല്ലോ. അങ്ങനെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാ ടീച്ചേഴ്സുമായിട്ട് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. എന്നാൽ പിന്നെ ശരി കേട്ടോ, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ അംഗൻവാടിയിൽ കാണാം. ഇനി പുതിയ കെട്ടിടത്തിലാണ് കേട്ടോ അംഗൻവാടി. അത് കഴിഞ്ഞപ്പോഴല്ലോ രാജി വിളിക്കുന്നത്, എടി വാടി നിൻ്റെ മോനെ വിളിക്കണ്ടേ. അവളെ ഞാനാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ അവളെയും കൂടെ കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം മോനെ വിളിക്കാൻ പോയേ. അങ്ങനെ മോനോട് ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് നിന്ന് കേട്ടോ, എന്നെ നോക്കി. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം ഉണ്ടല്ലോ ടീച്ചർ തന്ന കൊണ്ടുവന്ന സാധനം ഞാൻ കൊടുത്തു കേട്ടോ. മോനെ തെരളിയിലയും ഇലയപ്പവും ഒക്കെ ടീച്ചർ തന്നെയാണ്. ഇതെല്ലാം ഞാൻ അമ്മ ഉണ്ടാക്കുന്നില്ലേ, എന്നാൽ പിന്നെ കുഴക്കട്ടെ ഇങ്ങ് താന്നും പറഞ്ഞ് അവൻ എടുത്തുകൊണ്ട് പോയി കേട്ടോ. എന്നത്തെ പോലെ തന്നെ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ചിഞ്ചുവും മോനും കൂടെ വന്നു കേട്ടോ. ഞാൻ എപ്പം മുറ്റം തൂത്താലും ആരെങ്കിലും ഈ വഴി പോകും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരെ പിടിച്ച് നിർത്തി സംസാരിക്കും. അതിനൊക്കെ ശേഷം ഉണ്ടല്ലോ സന്ധ്യയായിപ്പോയി. വേഗം ചെടിക്ക് വെള്ളമൊക്കെ നനച്ചിട്ട് എനിക്ക് ATM വരെ പോകണം കേട്ടോ. മോന് ഫീസൊക്കെ കൊടുത്തു വിടാനുണ്ട്. അങ്ങനെ ATMിലോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ വീണ്ടും ഒരു ടീച്ചറെ കണ്ടു. ടീച്ചർ കൈപൊക്കി കാണിച്ചു ശരിയേന്ന്. അങ്ങനെ ഞാൻ സംസാരിച്ചതിന് ശേഷം വീണ്ടും പൈസയൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഇന്ന് ഭയങ്കര സമാധാനമായ ദിവസമാണ്. മോനെ പഠിപ്പിക്കൽ ക്ഷമയുടെ നെല്ലിപ്പലകമാണ്. ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത്. ലാസ്റ്റ് എങ്ങനെയായാലും മുഖമൊക്കെ ഇങ്ങനെ ദേഷിച്ച് കാണിച്ചപ്പോഴുണ്ടല്ലോ കമ്പൊക്കെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.